ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ.ഡി. തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 26 സ്ഥലങ്ങളിലാണ് ഇ.ഡി. റെയ്ഡ് നടത്തിയത്. അതായത് പ്രതികളായ പത്മകുമാർ, വാസു, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങനെ ഗോവർദ്ധൻ്റെ ജ്വല്ലറി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റ്, കിളിമാനൂരിലെ വീട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇ.ഡി. അരിച്ചു പറക്കി എന്നുള്ളതാണ്. നന്തൻകോട്, തിരുവനന്തപുരം നന്തൻകോടുള്ള ദേവസ്വം ആസ്ഥാനം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇ.ഡി. അരിച്ചു പറക്കിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. 26 ഇടങ്ങളിൽ ഇ.ഡി. പരിശോധന നടത്തിയെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കാണേണ്ടതല്ല, ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ഇ.ഡി. പറയുന്നത് SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചവരെയൊക്കെ ഇ.ഡി. വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ പുരാവസ്തു അല്ലെങ്കിൽ പുരാവസ്തു സാധനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് SIT വിളിച്ചു വരുത്തിയ ഡി മണി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ ചോദ്യമൊക്കെ ചോദിച്ചതിന് ശേഷം അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇ.ഡി. വിട്ടയക്കുകയാണ് ചെയ്തത്. ഡി മണിയെ വീണ്ടും ഇ.ഡി. വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനെയും ഇതുപോലെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഒരു സ്ഥിതി നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ കടകംപള്ളിയെയും വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇ.ഡി. തുനിഞ്ഞിറങ്ങുമ്പോൾ CPM ഭയക്കണം, ഭയന്നേ മതിയാകൂ. ശബരിമലയിലെ സ്ട്രോങ് റൂം ഒക്കെ തുറന്ന് ഇ.ഡിയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ CPMന്റെ ഓഫീസുകളും കെട്ടിടങ്ങളും കിടുകിടാ വിറക്കുകയാണ്. കാരണം ശബരിമലയിലെ സ്വർണം പോയ വഴികൾ എങ്ങോട്ടാണ്? LDFനും UDFനും ഇ.ഡിയുടെ ഇത്തരം റെയ്ഡുകൾ ഒരുപോലെ പ്രതിരോധത്തിലാക്കുമ്പോൾ അത് ചെന്നെത്തി നിൽക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കള്ളന്മാരുടെയൊക്കെ വീട് കണ്ട്, അതായത് ഏഷ്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണം അതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയുടെ ഈ കള്ളന്മാരുടെയൊക്കെ വീട് കണ്ടിട്ട് ഇ.ഡി. തന്നെ കണ്ണു തള്ളി നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇ.ഡി. തന്നെ ഞെട്ടിപ്പോയി. അതായത് ഇവരുടെ സാമ്പത്തികമൊക്കെ നോക്കുമ്പോൾ ഇത്രയും വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവർക്കില്ല, ഇത്രയും ആഡംബരമായി ജീവിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവർക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ സ്വത്തുവകകൾ ഉണ്ടാക്കിയത്, ഇത്രയും വലിയ സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ വച്ചത്? മാത്രമല്ല, പല വീടുകളിലെയും ഉള്ളറകൾ പരിശോധിച്ചാൽ ഭൂഗർഭ അറകൾ അടക്കം കാണാമെന്നാണ് പറയുന്നത്. അതായത് ഭൂമിക്കടിയിൽ വരെ പല വീടുകളിലും നിലവറകളുണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തിനാണ് ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? ശബരിമലയുടെ സ്വർണം ഉരുക്കി വിറ്റത്, അതിൻ്റെ പണം അല്ലെങ്കിൽ അത് കടൽ കടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതങ്ങൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇതിൽ തന്ത്രി ഒരു മെയിൻ ഘടകമാണ്. കാരണം തന്ത്രിയെ ഒന്നാം പ്രതിയാക്കണം എന്നുള്ളതാണ് അയ്യപ്പ വിശ്വാസികൾ അടക്കം പറയുന്നത്. ശബരിമലയെ കട്ടുമുടിച്ച വാജി വാഹനം കൊണ്ടുപോയ തന്ത്രിയെ വെള്ളപൂശാനായി ഒരുപാട് പേർ വരുന്നുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഹൈക്കോടതി വീട്ടിൽ കൊണ്ടുവയ്ക്കാനല്ല തന്ത്രിയോട് പറഞ്ഞത്, അമ്പലത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. തന്ത്രി എടുത്തതിനെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ വരുന്നത് വാജി വാഹനവും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അതായത് വാജി വാഹനം മറ്റാർക്കോ വിറ്റു, എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ SIT എന്ന് പറയുന്നില്ല. കാരണം SITക്ക് പരിമിതികളുണ്ട്. ആരെ ചോദ്യം ചെയ്യണം, ആരെ തൊടണമെന്ന് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നതനുസരിച്ച് മാത്രമേ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ വാജി വാഹനം ആന്ധ്രയിലുള്ള ഏതോ വ്യവസായിക്ക് വിറ്റു, പകരം മറ്റേതോ വാജി വാഹനമാണ് ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. VSSCയുടെ റിപ്പോർട്ട് വരുമ്പോൾ സ്വർണ്ണപ്പാളികളൊക്കെ നേരത്തെ പൂശിയ പാളികളല്ല, അതായത് വളരെ പഴക്കം ചെയ്യുന്ന പാളികളല്ല അവിടെ ഉള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ മുഴുവൻ അടിച്ചു മാറ്റി ഇരിക്കുകയാണ് ഇപ്പോൾ ഈ UDFും LDFും എന്നുള്ളത്. ഇതിൽ നിന്ന് മറയ്ക്കാനായി പല പല വിഷയങ്ങൾ അവർ പുറത്തു കൊണ്ടുവരും. പക്ഷേ എങ്കിലും ശബരിമലയിൽ നിന്ന് കട്ടതൊക്കെ വലിയ കുംഭകോണ കൊള്ളയുടെ വിവരങ്ങളൊക്കെ SIT അന്വേഷിച്ചാൽ പുറത്തു വരില്ല എന്നുള്ളത് കോടതിക്കും കൃത്യമായി അറിയാം. കാരണം ഈ ഹൈക്കോടതി SITയുടെ അന്വേഷണം തൃപ്തികരമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇ.ഡിക്ക് ഇപ്പോൾ പോലീസിന്റെ അത്ര അധികാരങ്ങളില്ല പല കാര്യങ്ങളിലും ഇ.ഡിക്ക് എന്നുള്ളതാണ്. പോലീസിന്റെ നിയമം അനുസരിച്ച് പോലീസിന് വാറണ്ട് പോലും ഇല്ലാതെ എവിടെയും കയറി പരിശോധിക്കാനുള്ള ചില നിയമത്തിൽ ചില ഇളവുകളൊക്കെ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇ.ഡിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ ഇ.ഡിക്ക് പരിമിതികളുണ്ട്. പക്ഷേ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ശബരിമല വിഷയത്തിലെ കൂടുതൽ കള്ളന്മാരിലേക്ക് കാര്യങ്ങൾ എത്താൻ, ഇതിൽ മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, MP-മാരുണ്ട്. ഇവരെയൊക്കെ മാറ്റി ഇപ്പോൾ അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല? അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ എന്തുകൊണ്ട് വിളിപ്പിക്കുന്നില്ല? ആന്റണിയെ വിളിപ്പിക്കുന്നില്ല?
ജയറാമിനെ വിളിപ്പിക്കുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ ജയറാമിന്റെ വീട്ടിൽ എന്തിനാണ് ഇതുകൊണ്ട് വച്ചത്? ശബരിമല അത്രയും പരിപാവനമായ ഒരു അമ്പലത്തിലെ വസ്തുക്കൾ മറ്റൊരു വീട്ടിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവയ്ക്കാൻ കഴിയുന്നത്? അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയ വഴിക്ക് എങ്ങനെയാണ് ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വച്ചത്? അപ്പോൾ ഇതൊക്കെ വലിയൊരു ചോദ്യമാണ്. ജയറാം സെലിബ്രിറ്റി ആയതുകൊണ്ട് ജയറാമിനെ ചോദ്യം ചെയ്യേണ്ട എന്ന് SITയിലെ ഒരു വിഭാഗം പറയുന്നു, ജയറാമിനെ ചോദ്യം ചെയ്യണമെന്നൊരു വിഭാഗം പറയുന്നു. പക്ഷെ ഇതുവരെ ജയറാമിനെ ആരെയും ചോദ്യം ചെയ്തതായിട്ടോ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതായിട്ടോ അവിടെ നടന്ന കാര്യങ്ങൾ ചോദിക്കാൻ വിളിപ്പിച്ചതായിട്ടോ നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ SITയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ SITയുടെ അന്വേഷണം നീങ്ങുമ്പോൾ EDക്ക് തൽക്കാലം SITയെ വിശ്വസിക്കാൻ നിവർത്തിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ED ഇറങ്ങിക്കഴിഞ്ഞത്. അതായത് ED 26 കേന്ദ്രങ്ങൾ 26 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തുമ്പോൾ അത് CPMനെയും UDFനെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം ED പോയ വീടുകളൊക്കെ CPMന് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളുടെ വീടുകളിലേക്കാണ് ED പോയത്. അവിടെ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരുപക്ഷെ ഒരിക്കലും അവിടെ നിന്നൊന്നും കണ്ടു കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ EDയെ സംബന്ധിച്ച് കാരണം നേരത്തെ തന്നെ മറയ്ക്കാനുള്ളതും തെളിവ് നശിപ്പിക്കാനുള്ളതും ഒക്കെ ഇവരൊക്കെ അതെല്ലാം അവിടെ ക്ലീൻ ആക്കി കാണും എന്നുള്ളതാണ്. പക്ഷേ ഈ ദൈവത്തിന്റെ കയ്യൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ട് അറിയാം. പല കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഈ എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടുള്ള കൊലപാതകമാണെങ്കിലും അത് തെളിയിക്കാനായി ചിലപ്പോൾ ഒരു മുടിനാരിഴയായിരിക്കും അവിടെ ഉള്ളത്. ആ ഒരു മുടിനാരിഴയിൽ നിന്നായിരിക്കും ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് പല പല കാര്യങ്ങളിലേക്ക് എത്തുന്നതും കൊലയാളിയിലേക്ക് എത്തുന്നതും. അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്തൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും EDക്ക് നന്നായിട്ട് അറിയാം. കടകംപള്ളിയിലേക്കും ED പോവും, D മണിയിലേക്കും ED പോവും. EDയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ CPM UDFും ഞെട്ടുക തന്നെ ചെയ്യും. എന്തായാലും സ്വർണ്ണക്കൊള്ള അത് ഇനി ശബരിമലയിൽ ഒരു കള്ളവും നടക്കാതിരിക്കാൻ, ഒരു കൊള്ളയും നടക്കാതിരിക്കാൻ EDയുടെ പരമാവധി ED ശ്രമിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല CBI അന്വേഷണം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സോണിയാഗാന്ധിക്ക് വരെ ശബരിമലയുടെ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ സോണിയാഗാന്ധിയുടെ വിഷയം എടുത്തിടുമ്പോൾ പല ആളുകൾക്ക് വല്ലാതെ കുരുപൊട്ടും. അതായത് നമ്മൾ ഈ സോണിയാഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ പല ആളുകളും പറയും, ഏതെങ്കിലും ഒക്കെ വാർത്ത പറയുമ്പോൾ സോണിയാഗാന്ധിക്കും കൂടെ ഇതിൽ പങ്കുണ്ടെന്ന് നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് കമന്റുകളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് പങ്കില്ല എങ്കിൽ ഈ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ സോണിയാഗാന്ധി അറിയാതിരിക്കില്ലല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് എന്തായാലും സോണിയാഗാന്ധി അറിയും. കാരണം അയ്യപ്പന്റെ വസ്തുവകൾ പോയത് ഇറ്റലിയിലേക്കാണോ എന്ന് അയ്യപ്പ വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധി നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി ഒരു പത്രസമ്മേളനം വിളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സോണിയാഗാന്ധി വാ തുറക്കാത്തത്? അരുണാചൽ പ്രാദേശിക പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനോടൊപ്പം എക്കാലവും നിന്ന ഒരു പാർട്ടി ഒന്നടങ്കം BJPയിലേക്ക് പോയത് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാണ്. അങ്ങനെ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പോയവരുടെ എണ്ണം വിരലിൽ നിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്തെത്താൻ കഴിഞ്ഞത്? പ്രസാദവുമായി സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയെങ്കിൽ സോണിയാഗാന്ധി ഹിന്ദു വിശ്വാസി അല്ലല്ലോ. തൊട്ടടുത്ത് രാമക്ഷേത്രം പണിതിട്ട് വർഷം 1 കഴിഞ്ഞു. എത്ര നാൾ സോണിയാഗാന്ധി രാമക്ഷേത്രം തൊഴാൻ പോയി? രാമക്ഷേത്രം തൊഴാൻ പോകാത്തതുകൊണ്ട് സോണിയാഗാന്ധി ഹിന്ദു വിശ്വാസി അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഹിന്ദുക്കളുടെ ഒരു ആചാരപരമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒന്നും പങ്കെടുക്കുന്നത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലും ഹിന്ദുമതത്തെ സോണിയാഗാന്ധി പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടില്ല, ഹിന്ദുമതത്തോടൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്നതും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സോണിയാഗാന്ധിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു നാൾ അയ്യപ്പനോടുള്ള സ്നേഹം മൂത്തതും ഇത്തരത്തിൽ വല്ലാത്ത ഒരു സ്നേഹമൊക്കെ വന്നത്? ഇതിന്റെ പിന്നിൽ അയ്യപ്പന്റെ കോടികളുടെ സ്വത്താണോ കണ്ണിൽപ്പെട്ടത് എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അത് തെറ്റി പറയാൻ കഴിയില്ല. അതിന്റെ പേരിൽ ആരും കുരുപൊട്ടിയുടെ കാര്യമില്ല. എന്തായാലും EDയുടെ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങി, CPMന്റെ ഓഫീസിൽ വല്ലാത്ത വെപ്രാളങ്ങൾ തുടങ്ങി, കടകംപള്ളിയുടെ നെഞ്ചിടിപ്പ് കൂടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ പലരും അകത്താകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ED വലത് കാല് വെച്ച് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. SIT വിട്ടതൊക്കെ ചികഞ്ഞെടുക്കാൻ തന്നെയാണ് EDയുടെ തീരുമാനം.